Good morning, students. Welcome you to the next class on another class on entrepreneurship. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ obstacles to entrepreneurship അല്ലെങ്കിൽ barriers to entrepreneurship സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Today we are going to discuss the qualities of a successful entrepreneur, or in other words we can say common entrepreneurial traits എന്ന് വേണമെങ്കിൽ പറയും. ഒരു നല്ല വിജയിയായ എൻ്റർപ്രണർക്ക് വിജയിക്കാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിൽ ട്രൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് മോഡേൺ ബിസിനസ്, റണ്ണിങ് ഓഫ് എ മോഡേൺ ബിസിനസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് അഫെയർ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, പണ്ടത്തെ പോലെയല്ല. To organize and run a business successfully, the entrepreneur must possess some qualities or traits. പ്രത്യേകിച്ച് മോഡേൺ കാലത്തെ ഒരു ബിസിനസ്സൊക്കെ രൂപീകരിച്ച് നടത്തിക്കൊണ്ട് പോകാൻ ഒരു എൻ്റർപ്രണർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവണം. നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് വിജയിക്കാൻ സാധിക്കൂ. In respect of the qualities of entrepreneurs, you can see that some of the qualities are inherent. ചില ക്വാളിറ്റീസ് സ്വമേധയ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ്. And there are some other qualities which can be acquired or developed. എൻ്റർപ്രണർക്ക് ഉണ്ടാവേണ്ട പല ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ചില ക്വാളിറ്റികളൊക്കെ ജന്മനാ കിട്ടേണ്ടുന്ന ക്വാളിറ്റികളുണ്ട്. മറ്റ് ചില ക്വാളിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാം, നേടാം. പ്രാക്ടീസിലൂടെയോ മറ്റു രീതിയിലൊക്കെ നമുക്ക് നോക്കാം, നേടാം. ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിന് എന്തൊക്കെ ക്വാളിറ്റീസാണ്, എന്തൊക്കെ ട്രൈറ്റ്സ് ആണ് വേണ്ടത് എന്ന് മുഴുവനായും പറയുക, എല്ലാം പറയുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഇഫ് എൻ എൻ്റർപ്രണർ വാണ്ട്സ് ടു സക്സീഡ് ഇൻ ഹിസ് വെഞ്ചർ ഓർഗനൈസിങ് ആൻഡ് റണ്ണിങ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ, വാട്ട് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് വിച്ച് വി എക്സ്പെക്ട് ഫ്രം എൻ എൻ്റർപ്രണർ, അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ടൊരു ക്വാളിറ്റിയാണ് വില്ലിങ്നെസ് ടു മേക്ക് സാക്രിഫൈസ് ആൻഡ് അസ്യൂം റിസ്ക്. പലതും ത്യജിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും അതുപോലത്തെ റിസ്ക് ഏറ്റെടുക്കാനുള്ള വില്ലിങ്നെസ്സും സമ്മതവും. കാരണം നമുക്കറിയാം, ഒരു പുതിയ ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടീസ് ആൻഡ് അൺആൻറ്റിസിപ്പേറ്റഡ് പ്രോബ്ലംസ് ആണ്. ബിസിനസ്സിലുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും. Therefore, entrepreneur must be prepared to sacrifice his time, energy and resources in order to carry out the venture and make it a success. അയാളുടെ സമയവും അയാളുടെ ഊർജവും അയാളുടെ റിസോഴ്സസൊക്കെ ഈ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാനും അത് വിജയിപ്പിക്കാനും ഉപയോഗിക്കാൻ അയാൾ ശ്രമിക്കണം, അല്ലെങ്കിൽ അയാൾ ശ്രമിക്കും. And during that time he may not get sufficient time to manage his personal life. So he should be willing to assume a relatively larger degree of risk. ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാവും. ഇതിന് പ്രധാനപ്പെട്ട കാരണം, when he start a business organization, he will have to guarantee
wages to his employees, interest to his creditors, rent of his building or land. ഇതിനൊക്കെ അയാൾ പണം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു റിസ്ക്, സംടൈംസ് ബിസിനസ് may not bring profit, but he may be required to pay wages to the workers, he may be required to pay interest to the loan taken by him, he may be required to pay rent to the building or land, etc. So that is a risk. So he should be ready to take such a risk, and he should be ready to make a sacrifice. This is one of the important quality of an entrepreneur. The second quality is applicable to entrepreneur as well as other people is hard work. That means a willingness to work hard for the attainment of objective. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടാവണം എൻ്റർപ്രണേഴ്സിന്. Actually, this willingness to work hard distinguishes a successful entrepreneur from a unsuccessful entrepreneur. ഒരു വിജയിക്കുന്ന എൻ്റർപ്രണറും വിജയിക്കാത്ത എൻ്റർപ്രണറും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണ് ഈ പറഞ്ഞ ഹാർഡ് വർക്ക്. യു കാൻ സക്സീഡ് ഇൻ എ ബിസിനസ് ഓൺലി യു വർക്ക് ഹാർഡ് വർക്ക്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ആസിം പ്രേംജി, വിപ്രോയുടെ ചെയർമാൻ, വർക്ക് ഇൻ ഹിസ് ഓഫീസ് 14 hours a day. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു നിശ്ചിത സമയമില്ല. Like in office time 10 to 5, you will have to work hard for more hours. ആസിം പ്രേംജി 14 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു. We know that he is a successful entrepreneur and he is one of the richest person in India. Why he became a successful entrepreneur or why he became a richest person? Because he worked hard for his business organization. So the ability or the willingness to work hard is another important quality or trait which an entrepreneur should possess. Next quality is desire for high achievement. Here the desire is not to achieve something few. You should have a desire for achieving higher and higher things. And a successful entrepreneur should have a strong desire to achieve higher goals in business. He should not be satisfied with a mere profit or small profit. He should be always try to achieve higher goals in business. ഇപ്പോൾ ചെറിയ ലാഭം കിട്ടുന്നതോട് തൃപ്തിപ്പെടുന്ന ആളാവരുത് എൻ്റർപ്രണർ. അങ്ങനെയുള്ള ആൾക്ക് ബിസിനസ്സിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഹാബിറ്റ് ഉണ്ടാവണം എൻ്റർപ്രണർക്ക്. And he should be able to dream big. Only when you dream big, you can become successful. You should always dream big. വലിയ കാര്യങ്ങൾ നിങ്ങൾ ഡ്രീം ചെയ്യണം, കാണണം, ആഗ്രഹിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ. So this is the another important quality of a successful entrepreneur. Optimism, ശുഭാപ്തി വിശ്വാസം എന്ന് നമുക്ക് മലയാളത്തിൽ പറയും. An entrepreneur should not be worried by the present problem. I said earlier that a business will have a number of problems, so many problems. So he should not be worried by the present problem. He should be optimistic about the future. This optimism gives him the energy to work hard. താൽക്കാലിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിക്കാൻ പാടില്ല. ഒരു എൻ്റർപ്രണർ ഭാവിയെ സംബന്ധിച്ച് അയാൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം.
അങ്ങനെ ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ എൻഹാൻസ് ദ കോൺഫിഡൻസ് ഇൻ ദ എൻട്രപ്രണർ ആൻഡ് ഇറ്റ് വിൽ ഡ്രൈവ് ദം ടുവേഡ്സ് സക്സസ്. നമ്മുടെ എൻട്രപ്രണറുടെ മനസ്സിലുള്ള കോൺഫിഡൻസിനെ അത് വലുതാക്കും, അവർക്ക് വിജയത്തോട് അടുക്കാനും സാധിക്കും. നമുക്കറിയാം, ലോകത്തുള്ള പല എൻട്രപ്രണേഴ്സും failed in their first or second attempt before they finally succeed. There are very few entrepreneurs who succeeded in the first attempt itself. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിജയിച്ച ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ. പല വിജയിച്ച എൻട്രപ്രണർമാരും അവരുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ പ്രവർത്തനങ്ങൾ പരാജയമായിരുന്നു. And then again and again worked for their goal because they feel that the future is prosperous and they can succeed. This belief in the mind of a person is called optimism. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫോർഡ് കമ്പനി, ഡെസ്ട്രിക്റ്റ് ഓട്ടോമൊബൈൽ കമ്പനി എന്നൊരു കമ്പനിയായിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. അത് ഫെയിൽ ചെയ്തു. പിന്നെ രണ്ടാമത് തുടങ്ങിയ കമ്പനിയും ഫെയിലായി. മൂന്നാമത്തെ കമ്പനിയാണ് അവർ വിജയിച്ചത്. അപ്പോൾ ദ ഫെയിലിയർ മേ കം, ബട്ട് യു വിൽ ഹാവ് എൻ എക്സ്പെക്ടേഷൻ ദാറ്റ് യു വിൽ ഗെറ്റ് ടുമോറോ. ആ ഒരു ഹാബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആളെയാണ് പെസിമിസ്റ്റ്. ഇൻ എൻട്രപ്രണർ ഷുഡ് നോട്ട് ബി പെസിമിസ്റ്റ്. പെസിമിസ്റ്റ് മീൻസ് എ പേഴ്സൺ ഹു സീ പ്രോബ്ലംസ് ഇൻ എവറി ഓപ്പർച്യൂണിറ്റി. ഏതൊരു അവസരത്തിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെസിമിസ്റ്റ് എന്ന് പറയും. അയാൾക്ക് ഓപ്പോസിറ്റ് ആണ് ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്റ്റിമിസ്റ്റ് സീ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എവറി പ്രോബ്ലം. ഓരോ പ്രശ്നം വരുമ്പോൾ അതിൽ അവസരം കാണുന്നയാളെയാണ് നമ്മൾ ഓപ്റ്റിമിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും എന്തായിരിക്കണം? ഓപ്റ്റിമിസ്റ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻസ് ആണ്. സക്സസ്ഫുൾ എൻട്രപ്രണർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം സക്സസ്ഫുൾ എൻട്രപ്രണർ ആർ ഇൻഡിപെൻഡൻറ്റ്. ദേ ഷുഡ് ടേക്ക് ദെയർ ഓൺ ഡിസിഷൻ. ദേ do not like to work under others. Actually, this is the habit which make a person entrepreneur. Entrepreneur എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ they may have gone for some employment opportunities. Why they are becoming entrepreneur? Because they does not like to work under others. So an successful entrepreneur should be always independent. Next quality is foresight. What do you mean foresight? The ability to know about the future environment. ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർസൈറ്റ്. എൻട്രപ്രണർ should have a good foresight. ബിസിനസ്സിന് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ വേണം ഗുഡ് ഫോർസൈറ്റ്. He should be able to understand what will happen in future, or they should know about the future environment. Only then they will be able to take a timely action. കൃത്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻട്രപ്രണർക്ക് നല്ല ഫോർസൈറ്റ് ഉണ്ടാവണം, ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാവണം. നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് കോൺഫിഡൻസ്. ഇതൊരു സക്സസ്ഫുൾ എൻട്രപ്രണറുടെ ഒരു ഗ്രേറ്റസ്റ്റ് അസറ്റാണ്, സ്വത്താണ്. He must have the confidence to make choices alone and bounce back when he fails. അയാളുടെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. അതേപോലെ തന്നെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു കഴിവും ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ള കഴിവിനെ
നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് കോൺഫിഡൻസ്. സ്വന്തം പ്രവർത്തനത്തിലേക്ക് വിശ്വാസം ഉണ്ടാകും. നെക്സ്റ്റ് ക്വാളിറ്റി ഈസ് innovative ability. Innovative ability is the ability to find out a new product, new method of doing product, etc. etc. കസ്റ്റമറുടെ ടേസ്റ്റ് വിൽ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. കസ്റ്റമറുടെ താല്പര്യങ്ങൾ ഇങ്ങനെ സമയാസമയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്റർപ്രണർ ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് goods according to the taste of customer. Otherwise the customer will not buy the product. നമ്മുടെ ഉപഭോക്താക്കൾക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാൻ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. This is possible only through innovation. ഇന്നോവേഷൻ വേണം. പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തണം, പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടെത്തണം, പ്രൊഡക്റ്റുകളുടെ പുതിയ യൂസേജ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് കസ്റ്റമറുടെ മാറി വരുന്ന അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സോ an entrepreneur should initiate innovative activities. It is the entrepreneur who should initiate the innovative activity. ഇന്നോവേഷൻ പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുക്കേണ്ട ആളാണ് ഈ പറയുന്ന entrepreneur. So he should have innovative ability. Next, creativity. Next is creativity. Creativity is the method of thinking or of new ways to market their business. പുതിയ മെത്തേഡുകൾ, നമ്മുടെ പ്രൊഡക്റ്റുകളും ബിസിനസ്സും ഒക്കെ മാർക്കറ്റ് ചെയ്യാൻ പുതിയ രീതികളൊക്കെ കണ്ടെത്താനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഡൂയിങ് സംതിങ് different from others which will make you success. അതിനാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നതിൻ്റെ എതിര് ചെയ്യുന്നതിനല്ല നമ്മൾ ക്രിയേറ്റിവിറ്റി. ഡൂയിങ് സംതിങ് ന്യൂ ഓർ സംതിങ് ഇൻ എ ന്യൂ മാനർ സോ ദാറ്റ് വി ക്യാൻ ക്യാപ്ചർ ദ മാർക്കറ്റ്. എല്ലാവരും വിൽക്കുന്ന പോലെ നമ്മൾ വിൽക്കാതിരിക്കുക, വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുക. അതുവഴി നമുക്ക് നമ്മുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള കഴിവ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. That means successful entrepreneur think of new ways to market their business. And they are always looking for new solutions to problem. അവരെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും പുതിയ പ്രോബ്ലംസ് സൊല്യൂഷൻസ്. അനദർ ക്വാളിറ്റി ഈസ് ഗോൾ ഓറിയൻറ്റഡ് ആണ്. അവർ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം. They should know what they want and they are able to focus on achieving it. അവരുടെ ലക്ഷ്യം, ഒരു എന്റർപ്രണറുടെ ലക്ഷ്യം എന്താണ് എന്നത് കൃത്യമായി അറിയുകയും ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് അച്ചീവ് ചെയ്യാം എന്നത് അവർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് skill is what is called good communication skill. It's very very important skill which an entrepreneur should have. An entrepreneur will be required to deal with a number of people. Customers ഉണ്ടാവാം, എംപ്ലോയീസ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവാം, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. You will be required to deal with these type of people and you will have to negotiate with these type of people. കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യണം ഒരു എന്റർപ്രണർ, ക്രെഡിറ്റേഴ്സിനെ കൈകാര്യം ചെയ്യണം. നമുക്ക് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അവരെ നമ്മൾ സപ്ലയർ എന്ന് പറയും. സപ്ലയറും ആക്കിയായിട്ട് ഇടപാട് നടത്തേണ്ടി വരും. പണത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡീൽ ചെയ്യേണ്ടി വരും. If you want to deal them properly, then you should have a good communication skill. Very essential. അവരുമായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. വ്യക്തികളുമായിട്ടും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് എന്റർപ്രണർക്ക് ഉണ്ടാകും. If an entrepreneur has a good communication skill,
it is more likely to succeed than the entrepreneur who does not. അപ്പോൾ ഈ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിജയിക്കുന്നു എന്ന് ഞാൻ പറയണ്ടില്ല. പക്ഷെ ഈ സ്കില്ല് ഉണ്ടെങ്കിൽ ഇതില്ലാത്ത എൻ്റർപ്രണറുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവർക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രം. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും. നെക്സ്റ്റ് ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിങ്നെസ് ടു ചേഞ്ച് ആണ്. ഇതിൽ വരുന്നത് ദ സക്സസ് ഓഫ് എൻ എൻ്റർപ്രണർ ഡിപ്പെൻഡ്സ് ടു എ ലാർജർ എക്സ്റ്റെൻറ്റ് upon the ability to adopt new technology. ഒരു എൻ്റർപ്രണറുടെ വിജയത്തെ ഒരു പരിധിവരെ നിർണ്ണയിക്കുന്നത് പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാനുള്ള എൻ്റർപ്രണറുടെ കഴിവിനെ അനുസരിച്ചാണ്. ഈ ടെക്നിക്കൽ നോളജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് the ability to devise new product, find new uses for the existing product, and also find a better way of producing and marketing goods and services. This is the meaning of technology in a business. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ഉപയോഗം കണ്ടെത്താനുള്ള കഴിവ്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള വേറെ നല്ല വഴികൾ കണ്ടെത്താനുള്ള ശേഷി. ഇതാണ് നമ്മളുടെ ടെക്നിക്കൽ നോളജ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദ എൻ്റർപ്രണർ ഷുഡ് ഹാവ് സച്ച് എ ടെക്നിക്കൽ നോളജ്. And at the same time, he should have the willingness to change. ഇപ്പോൾ ഈ ടെക്നോളജിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് മാറാനുള്ളൊരു വില്ലിങ്നെസ്സും ആർക്കുണ്ടാവണം? ഈ എൻ്റർപ്രണർക്ക് ഉണ്ടാവണം. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ, കറേജ് ആൻഡ് പെർസീവറൻസ്. ഇത് വേണം. Determination means willpower, courage, determination to succeed. Business, there will be ups and downs in business, and he should have, an entrepreneur must have courage and perseverance to face them. Courage നമ്മൾ പറയുന്നത് described as a grace under pressure എന്നാണ് പറയുന്നത്. അസാമാന്യ സാഹചര്യങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ധൈര്യത്തെ നമ്മൾ വിളിക്കുന്നവരാണ് കറേജ് എന്ന് പറയും. പെർസീവറൻസ്, ക്ഷമാശക്തി, കാത്തിരിക്കാനുള്ള കഴിവ്. ഒരു എൻ്റർപ്രണർക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം, പെർസീവറൻസ് ഉണ്ടാവണം. ദ ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ്, ദ ലീഡർഷിപ്പ് ക്വാളിറ്റി. Entrepreneur must have a leadership quality. He is the owner of the business organization. It is he who leads his subordinates. അയാളുടെ കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെ നയിക്കാനുള്ള ചുമതല എൻ്റർപ്രണർക്കാണ്. അങ്ങനെ നയിക്കാനുള്ള കഴിവുണ്ടാവണം. He should have a strong leadership quality. To be a strong leader, the entrepreneur must have a good judge of, should be a good judge of human nature. വ്യക്തികളുടെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന ആളായിരിക്കണം. And he must be able to select, train and develop a person who can properly manage and control the labor force. നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്കാരെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാനും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് ഒക്കെ കൊടുക്കാനും ഒക്കെ ഉള്ള കഴിവ് ഉണ്ടാവണം. And a true entrepreneur must be able to inspire loyalty and hard work
ടു റേസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. ഇപ്പോൾ സ്ഥാപനത്തിലെ ജോലിക്കാർ എത്രത്തോളം ആത്മാർത്ഥതയോടും കൃത്യതയോടും പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ചാണ് സ്ഥാപനത്തിൻ്റെ വിജയം ഉണ്ടാവുക. ഒരു നല്ല എൻ്റർപ്രണർക്ക് നമ്മുടെ ജോലിക്കാരെ ആത്മാർത്ഥമായും ഹാർഡ് വർക്കായും ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്നാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അനദർ പാർട്ട്, വാട്ട് ഇസ് കോൾഡ് ടൈപ്സ് ഓഫ് എൻ്റർപ്രണർ എന്നുള്ളൊരു ഭാഗത്തിലേക്ക് കിടക്കുന്നു. എൻ്റർപ്രണറുകളെ പലതരത്തിൽ നമ്മൾ തരംതിരിക്കുക. എൻ്റർപ്രണർ പലതരത്തിലുണ്ട്, പല അടിസ്ഥാനത്തിലും. ഓൺ ദ ബേസിസ് ഓഫ് സോ മെനി ഫാക്ടേഴ്സ് വി ക്യാൻ ക്ലാസിഫൈ ദ എൻ്റർപ്രണേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസിഫിക്കേഷൻ, അതത്ര ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല, എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റർപ്രണറെ പല ബേസിസിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ഈ എൻ്റർപ്രണർ ഏറ്റെടുത്ത് നടത്തുന്നത്, ഇയാൾ ഏറ്റെടുത്ത് നടത്തുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റർപ്രണറെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെ തരം വരുന്നത് ബിസിനസ് എൻ്റർപ്രണറാണ്. ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ദോസ് എൻ്റർപ്രണർ ഹൂ സ്റ്റാർട്ട് എ ബിസിനസ് ആൻഡ് ദെൻ ബിൽഡ് എ ബിസിനസ് ടു ഗിവ് ബർത്ത് ടു ഹിസ് ഐഡിയ. സ്വന്തം ഐഡിയയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുന്ന എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുക. അവരുടെ മെയിൻ ആക്ടിവിറ്റി സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ബിസിനസ് എൻ്റർപ്രണറെ വീണ്ടും പലതായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ട്രേഡിംഗ് എൻ്റർപ്രണർ, പേര് പോലെ തന്നെ ഇസ് എൻ എൻ്റർപ്രണർ ഹു അണ്ടർടേക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റി. ട്രേഡിംഗ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന എൻ്റർപ്രണറാണ്. ട്രേഡിംഗ് എന്താ നിങ്ങൾക്കറിയാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. വേറെ ആരോ ഉണ്ടാക്കിയ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളെയാണ് നമ്മൾ പറയുക ട്രേഡിംഗ് എന്ന് പറയുക. സോ ഇൻ എൻ്റർപ്രണർ who set up who use his qualities in setting up of a trading business is called by the name trading entrepreneur. He does not undertake manufacturing activities. Then അടുത്തത് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ ആണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ വിച്ച് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സോ എൻ്റർപ്രണർ ഹു അണ്ടർടേക്ക് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, ഉൽപാദന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന്. ദെൻ മൂന്നാമത്തത് കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്നുള്ള തരം. കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എൻ്റർപ്രണർ who shows his or demonstrate his innovative skill in organizing and managing a corporate undertaking. എന്ന് പറഞ്ഞാൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഒരു എൻ്റർപ്രണർ അയാളുടെ കഴിവുകൾ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് രൂപീകരിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന എൻ്റർപ്രണറെ അല്ലെങ്കിൽ അതിൽ അയാളുടെ കഴിവ് കാണിക്കുന്ന എൻ്റർപ്രണറെ നമുക്ക് വിളിക്കാം കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് നമുക്ക് വിളിക്കാം. ഇതൊക്കെ നമ്മുടെ ബിസിനസ് എൻ്റർപ്രണറിൽ വരുന്ന വിവിധ തരങ്ങൾ. അടുത്തൊരു തരം അഗ്രികൾച്ചറൽ എൻ്റർപ്രണറാണ്. പേര് തന്നെയുണ്ട് അഗ്രികൾച്ചറൽ എൻ്റർപ്രണർ. ദേ ആർ എൻ്റർപ്രണേഴ്സ് who undertake agricultural activity such as raising and marketing of crops, fertilizers and other inputs for agriculture. ഇവരെ അഗ്രിപ്രണേഴ്സ് എന്നും വേണമെങ്കിൽ പറയും. ഇത്തരം എൻ്റർപ്രണർ സാധാരണ പോലെയുള്ള ബിസിനസ് ട്രേഡിംഗ് സ്ഥാപനങ്ങൾ പോലെയോ അല്ല, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഓപ്പർച്യൂണിറ്റികളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ബിസിനസ്സുകൾ സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ അഗ്രികൾച്ചർ എൻ്റർപ്രണേഴ്സ്, അല്ലെങ്കിൽ അവരെ നമ്മൾ അഗ്രിപ്രണേഴ്സ് എന്ന് കൂടി നമുക്ക് വിളിക്കും. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ്റർപ്രണർ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ടു വാട്ട് എക്സ്റ്റെൻറ്റ് വി ആർ യൂസിങ് ടെക്നോളജി ഇൻ അവർ ബിസിനസ്. എത്രത്തോളം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ്
നമ്മൾ എന്റർപ്രണറെ നമ്മൾ എന്ത് ചെയ്യുന്നത് തരംതിരിക്കുന്നത്. എന്റർപ്രണറെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. On the basis of use of technology, entrepreneurs can be classified into 3 categories. ഒന്ന് ടെക്നിക്കൽ എന്റർപ്രണേഴ്സ് ആണ്. ദേ ആർ എക്സ്ട്രീംലി ടാസ്ക് ഓറിയന്റഡ്. അവരുടെ പ്രവർത്തനത്തിനാണ്, ഉൽപാദനത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവരെ പറയുന്നത് പലപ്പോഴും ദേ ആർ ക്രാഫ്റ്റ്മാൻ ടൈപ്പാണ്. ക്രാഫ്റ്റ്മാൻ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കഴിവിന് നമ്മൾ ക്രാഫ്റ്റ്മാൻ ടൈപ്പാണ്. They always develop new and improved quality goods because of their craftsmanship. അവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. അവരെപ്പോഴും പുതിയ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഗുഡ്സ് അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് ദേ ആർ ക്രാഫ്റ്റ്മാൻ, ബിക്കോസ് ഓഫ് ദെയർ ക്രാഫ്റ്റ്മാൻഷിപ്പ്. ദേ കോൺസെൻട്രേറ്റ് മോർ ഓൺ പ്രൊഡക്ഷൻ ദാൻ മാർക്കറ്റിംഗ്. ഇത്തരം എന്റർപ്രണർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും വ്യത്യാസപ്പെടുത്തുന്നതിനും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടും. ആൻഡ് ദേ വിൽ ബി മോർ കോൺസെൻട്രേറ്റഡ് ഓൺ പ്രൊഡക്ഷൻ ദാൻ മാർക്കറ്റിംഗ്. ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിങ്ങിനേക്കാളും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. എങ്കിൽ അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ എന്റർപ്രണർ എന്ന് നമ്മൾ വിളിക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ എന്റർപ്രണർ, നോൺ ടെക്നിക്കൽ എന്റർപ്രണർ. ദേ ആർ നോട്ട് മച്ച് കൺസേൺഡ് വിത്ത് ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന മേഖലകളിൽ അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ബട്ട് ദേ ആർ മോർ കോൺസെൻട്രേറ്റഡ് ഓൺ the marketing and distribution of goods and services. They develop good marketing techniques and distribution strategies to promote their business. അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും വലിയ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ കൂടുതൽ പ്രാധാന്യം, അവരുടെ കോൺസെൻട്രേഷൻ ഈസ് മോർ ഓൺ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവരുടെ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിലാണ് അവർക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ടെക്നിക്കൽ എന്റർപ്രണർ എന്നത്. അടുത്തൊരു എന്റർപ്രണർ ഉണ്ട്, പ്രൊഫഷണൽ എന്റർപ്രണർ. ദീസ് ആർ എന്റർപ്രണേഴ്സ് who take the entrepreneurial activity as a profession. ഒരു ഉദ്യോഗമായി ഒക്കെ കണക്കിലെടുക്കുന്ന ആളാണ് ഈ പ്രൊഫഷണൽ എന്റർപ്രണർ. He treats it as a profession. Starting of a business organization is a profession. He starts business unit but does not carry on the business for a long period. ഇത്രയും ആൾക്കാർ ബിസിനസ് തുടങ്ങും, പക്ഷെ അവർ ആ ബിസിനസ് ഒരു ദീർഘകാലത്തേക്ക് നടത്തിക്കൊണ്ടു പോകില്ല. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് he will sell out the running business and go for starting another business, another venture. He take it as a job, ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്നയാളാണ്. ഇവരൊരു ബിസിനസ് തുടങ്ങി അത് തന്നെ ജീവിതകാലം മുഴുവൻ നടത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. Their passion is starting a business. They start a business and immediately starting the business, they sell it to some other and go and start a new business. So they take it as a professional activity. Such a entrepreneur is called with the name professional entrepreneur. So these are the classification of entrepreneur on the basis of use of technology. Next, on the basis of motivation, entrepreneurs can be classified into different categories. First one, pure entrepreneur. Pure entrepreneur are those who believe in their own performance while undertaking a business activity.
ഈ പിയർ എൻ്റർപ്രണർ അവരവരുടെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണ്. ദേ ട്രൈ ഹാർഡ് ടു പ്രൂവ് ദർ എക്സലൻസ് ഇൻ വെഞ്ചേഴ്സ്. അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി അവർ കഠിനമായി പ്രവർത്തിക്കും. ആൻഡ് ദേ ആർ അണ്ടർടേക്കിംഗ് ബിസിനസ് വെഞ്ചർ ഫോർ ദർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാറ്റസ് ആൻഡ് ഈഗോ. അവർ ബിസിനസ് ഏറ്റെടുക്കുന്നത് അവരുടെ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് കിട്ടാനും വേണ്ടിയും അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയാണ്. ദേ ആർ ഗൈഡഡ് ബൈ ദ മോട്ടീവ് ഓഫ് പ്രോഫിറ്റ്. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദേ വിൽ അപ്ലൈ ദർ ബിസിനസ് സ്കിൽ ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. അവരവരുടെ ബിസിനസ് സ്കില്ല് അപ്ലൈ ചെയ്യും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ സ്വന്തമായ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷനും സ്റ്റാറ്റസും ഈഗോ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ബിസിനസ് തുടങ്ങുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ എൻ്റർപ്രണർ എന്ന് പറയും. രണ്ടാമത്തെ തരം എൻ്റർപ്രണർ ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ. പേര് പോലെ തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട പ്രേരിപ്പിക്കപ്പെട്ട എൻ്റർപ്രണർ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പറയാം. Here an entrepreneur starting his business or set up an enterprises in order to avail some benefits from the government. ഇത്തരം എൻ്റർപ്രണർ അവരുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ സ്റ്റാറ്റസിന് വേണ്ടിയോ അല്ല ബിസിനസ് തുടങ്ങുന്നത്. അവർ ബിസിനസ് തുടങ്ങുന്നു ബിക്കോസ് ഇഫ് യു സ്റ്റാർട്ട് എ പർട്ടിക്കുലർ ബിസിനസ് യു വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്. ഇത്തരം ബിസിനസ് തുടങ്ങിയാൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സഹായങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. അസിസ്റ്റൻസ് കിട്ടും, ഇൻസെൻറ്റീവ് കിട്ടും, സബ്സിഡീസ് കിട്ടും, കൺസെഷൻസ് കിട്ടും, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി ഒക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് if a person start a business organization, such an entrepreneur is called by the name induced entrepreneur എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് എൻ്റർപ്രണർ എന്ന് നമ്മൾ വിളിക്കുന്നത്. മൂന്നാമത്തെ തരം മോട്ടിവേറ്റഡ് എൻ്റർപ്രണർ ആണ്. These are entrepreneurs who are motivated by their desire to make use of their technical and professional expertise and skill. ഇവരുടെ ടെക്നിക്കലായിട്ടുള്ളതും പ്രൊഫഷണലായിട്ടുള്ള കഴിവുകളും സ്കില്ലുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി if a person is starting a business organization, such an entrepreneur is called by the name motivated entrepreneur. They are motivated by the desire for self-fulfillment എന്നാ പറയുക. അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് മറ്റ് അവസരങ്ങളൊന്നുമില്ല. അവരുടെ കഴിവുകളും പ്രൊഫഷണൽ എക്സ്പെർട്ടൈസും സ്കിൽസും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി if a person set up an enterprise, such an entrepreneur is called by the name motivated entrepreneur. നാലാമത്തെ ഒരു തരം കൂടിയുണ്ട്, സ്പോണ്ടാനിയസ് എൻ്റർപ്രണർ. ഒരേ എൻ്റർപ്രണർ തന്നെ പല കാറ്റഗറിയിലൊക്കെ പെടാം. നമ്മൾ പല ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം നമ്മൾ തരംതിരിക്കുകയാണ്. ഇത്രയൊക്കെ തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് മാക്സിമം തരംതിരിക്കുകയാണ്. അതിൽ വരുന്നത് സ്പോണ്ടാനിയസ് എൻ്റർപ്രണേഴ്സ് ആണ്. ഇത് ആർ എൻ്റർപ്രണേഴ്സ് who are motivated by their desire for self-employment and to achieve or prove their excellence in job performance. ഒരു സ്വന്തം തൊഴിൽ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ജോലിയിലുള്ള പെർഫോമൻസിലുള്ള എക്സലൻസ് ഒക്കെ അവർക്ക് ഉപയോഗപ്പെടുത്തുക എന്നതിന് വേണ്ടി ഒരു എൻ്റർപ്രണർ ഒരാൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സ്പോണ്ടാനിയസ് എൻ്റർപ്രണേഴ്സ്. ദേ സെറ്റപ്പ് എൻ്റർപ്രൈസസ് by their desire for self-employment and to achieve or prove their excellence in job performance. അവരുടെ ജോലി ചെയ്യാനുള്ള അവരുടെ കഴിവ് പ്രൂവ് ചെയ്യാനും ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലും സ്വന്തം വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി സ്വയം തൊഴിൽ എന്ന രീതിയിൽ
അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർപ്രണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സ്പോണ്ടാനിയസ് എൻ്റർപ്രണേഴ്സ്. ഫോർ ദ മീൻസ് ഓഫ് മോട്ടിവേഷൻ you can classify the entrepreneur into pure entrepreneur, induced entrepreneur, motivated entrepreneur, spontaneous entrepreneurs. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിൽ വരുന്ന ഒന്നാമത്തത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് ആണ്. First generation entrepreneur is an entrepreneur who starts an industrial unit by his own innovative idea and skill. അയാളുടെ തന്നെ ഇന്നോവേറ്റീവായ പുതിയ പുതിയ ആശയങ്ങളും സ്കില്ലുകളും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്നവരാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ. He is essentially an innovator. അയാളെ നമ്മൾ ന്യൂ എൻ്റർപ്രണർ എന്ന് പറയും വേണമെങ്കിൽ. ഇപ്പം സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം ഇന്നോവേറ്റീവ് കപ്പാസിറ്റി കൊണ്ടും പുതിയ കാര്യങ്ങൾ കണ്ടെത്തി സ്വന്തമായ ഒരു എൻ്റർപ്രണറെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് വൺ മോഡേൺ എൻ്റർപ്രണർ. these are entrepreneurs who undertake those ventures which suit modern marketing needs. പുതിയ തലമുറയിലുള്ള മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്ന എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡേൺ എൻ്റർപ്രണർ എന്ന് പറയും. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് ആണ്. These are entrepreneurs who set up a self-supporting venture for the satisfaction of customers' needs. നമ്മുടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിനെ സഹായിക്കുന്ന സെൽഫ് സപ്പോർട്ടിംഗ് ആയ വെഞ്ചറുകൾ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ക്ലാസിക്കൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുക. ഇത്തരം ആൾക്കാർ ഡസ് നോട്ട് അണ്ടർടേക്ക് ഇന്നോവേഷൻ. ഇവരെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ഓർ ട്രഡീഷണൽ എൻ്റർപ്രണർ എന്നും വേണമെങ്കിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നേടിക്കൊടുക്കുക എന്നത് മാത്രമാണ്. പിന്നെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സം മോർ ക്ലാസിഫിക്കേഷൻസ്. വേഗം നമുക്ക് പറഞ്ഞ് പോവാം. ഓൺ ദ ബേസ് ഓഫ് എൻ്റർപ്രണേറിയൽ ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാം നൊവൈസ്, അല്ലെങ്കിൽ നമുക്ക് നൊവൈസ് ഒരു ആദ്യമായി പുതുതായി എൻ്റർപ്രണർ ബിസിനസ് തുടങ്ങുന്ന ആളെ നമ്മൾ വിളിക്കുന്നവരെ നൊവൈസ് ഹു സ്റ്റാർട്ടിങ് ഹിസ് ഓർ ഹെസ് ഫസ്റ്റ് എൻ്റർപ്രണറിയൽ വെഞ്ചർ. ഒരാൾ ഏറ്റവും ആദ്യത്തെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും നൊവൈസ് എന്ന് പറയും. ദെൻ സീരിയൽ എൻ്റർപ്രണർ എന്നുള്ളൊരു തരം എൻ്റർപ്രണർ ഉണ്ട്. ഈസ് എൻ എൻ്റർപ്രണർ ഹു ഡിവോട്ട് ഹിസ് ടൈം ടു വൺ വെഞ്ചർ അറ്റ് എ ടൈം ബട്ട് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ മെനി, സ്റ്റാർട്ട്സ് മെനി. ഒരു പ്രാവശ്യം ഒരു സ്ഥാപനം തുടങ്ങുന്നുള്ളൂ, പക്ഷെ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ സ്ഥാപനം തുടങ്ങി അവസാനം കുറേ സ്ഥാപനങ്ങൾ തുടങ്ങിയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സീരിയൽ എൻ്റർപ്രണർ എന്ന് പറയുക. ഹി റിപ്പീറ്റഡ്ലി സ്റ്റാർട്ട് ബിസിനസ് ആൻഡ് ഗ്രോ ദം ടു എ സസ്റ്റൈനബിൾ സൈസ് ആൻഡ് സെൽ ദം ഓഫ്. അയാൾ റിപ്പീറ്റഡ്ലി തുടർച്ചയായി ബിസിനസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ബിസിനസ് തുടങ്ങും, അത് നല്ല നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് വിൽക്കും, പിന്നെ വേറൊരു ബിസിനസ് തുടങ്ങും, അത് നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വിൽക്കും. അങ്ങനെ സീരീസ് ഓഫ് എൻ്റർപ്രണർ ബിസിനസ് ആക്ടിവിറ്റീസ്, ബട്ട് വൺ അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒന്നേ ഉള്ളൂ. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻ്റർപ്രണർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സീരിയൽ എൻ്റർപ്രണർ എന്ന് നമ്മൾ പറയുക. അയാൾ നമ്മൾ പറയും അഡിക്റ്റഡ് ടു ലോഞ്ചിങ് ബിസിനസ്സാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങുക എന്നാണ് അയാളുടെ അഡിക്ഷൻ. വൺസ് ദ ബിസിനസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഹി ലൂസ് ഇൻട്രസ്റ്റ്. അയാളുടെ മെയിൻ പണി ബിസിനസ് തുടങ്ങുക, അതാണ് അയാളുടെ പ്രധാനപ്പെട്ട അഡിക്ഷൻ. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യം പോകും, അത് അയാൾ വിൽക്കും, പിന്നെ വേറൊരു ബിസിനസ് തുടങ്ങും. അങ്ങനെയുള്ള എൻ്റർപ്രണറെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീരിയൽ എൻ്റർപ്രണർ എന്ന് പറയും.
വേറൊരു തരം എന്റർപ്രണർ ഉണ്ട്, പോർട്ട്ഫോളിയോ എന്റർപ്രണർ. സീരിയൽ എന്റർപ്രണർ പോലെ തന്നെയാണ് ഈ പോർട്ട്ഫോളിയോ എന്റർപ്രണർ. എ പേഴ്സൺ ഹു എസ്റ്റാബ്ലിഷ് എ നമ്പർ ഓഫ് ബിസിനസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ പലതരം ബിസിനസ്സുകൾ തുടങ്ങുന്നയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ട്ഫോളിയോ എന്റർപ്രണർ എന്ന് പറയും. സീരിയൽ എന്റർപ്രണറും പോർട്ട്ഫോളിയോ എന്റർപ്രണറും വ്യത്യാസമുണ്ട്. സീരിയൽ എന്റർപ്രണർ ഒരു സമയത്ത് ഒന്നേ തുടങ്ങുന്നുള്ളൂ. അത് തുടങ്ങി നല്ല വിജയമായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കി വേറൊന്നിലേക്ക് പോകും. ബട്ട് പോർട്ട്ഫോളിയോ എന്റർപ്രണർ അറ്റ് ദ സെയിം ടൈം ഹി സ്റ്റാർട്ട് എ നമ്പർ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നൊക്കെ വിലപിക്കുന്ന ഒരു പദമാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുക. ഡിപ്പോസിറ്റിംഗ് യുവർ മണി ഇൻ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി നമ്മളൊരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നൊക്കെ പറയും. ഷെയറുകളിലും ഡിബഞ്ചറുകളിലും പല പല കമ്പനിയുടെ ഷെയറുകളിലും പല പല കമ്പനികളുടെ ഡിബഞ്ചറുകളിലൊക്കെ പണം നിക്ഷേപിക്കുന്ന നമ്മൾ പറയുക പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. അപ്പം അങ്ങനെ നിക്ഷേപിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ റിഡ്യൂസ് ദ റിസ്ക് ആൻഡ് ലോസ്. ഒന്നിൽ നഷ്ടം വന്നാൽ മറ്റൊന്നിൽ ലാഭമുണ്ട്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ പലതരം ബിസിനസ്സുകൾ ഏറ്റെടുക്കുന്ന എന്റർപ്രണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, പോർട്ട്ഫോളിയോ എന്റർപ്രണേഴ്സ് എന്ന് പറയുക. പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോക്ക്. ക്ലാരൻസ് ഡാൻഹോക്ക് ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. ആൻഡ് ഹി ആർ മെയ്ഡ് എ സ്റ്റഡി അബൌട്ട് ദ അഗ്രികൾച്ചർ, അമേരിക്കയിലെ അഗ്രികൾച്ചറിൻ്റെ ഒരു പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ, എന്റർപ്രണറുടെ ക്ലാസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം അയാളുടെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത് വരുന്നത് ഇന്നോവേറ്റീവ് എന്റർപ്രണറാണ്. ഇന്നോവേറ്റീവ് എന്റർപ്രണർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് തന്നെയാണ് പിന്നെയും വരുന്നത്. ഒരു ജനറലി അഗ്രസീവ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ക്ലിയർലി പുട്ട് അട്രാക്റ്റീവ് പോസിബിലിറ്റി ഇൻ ടു പ്രാക്ടീസ്. പുതിയ ഗുഡ്സുകളും പുതിയ മെത്തേഡുകളൊക്കെ കൊണ്ടുവരുന്ന ആളാണ് ഈ ഇന്നോവേറ്റീവ് എന്റർപ്രണർ. സെക്കൻഡ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എന്റർപ്രണർ ആണ്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എന്റർപ്രണർ ഹു ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ന്യൂ തിങ്സ് ബട്ട് ഹി സിംപ്ലി അഡോപ്റ്റ് ദ സക്സസ്ഫുൾ ഇന്നോവേഷൻ ഓഫ് അതേഴ്സ്. ഇയാൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, മറ്റ് ആൾക്കാർ കൊണ്ടുവന്ന ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് എന്റർപ്രണർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്നോവേഷൻ ഇയാൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഹി ഈസ് റെഡി ടു അഡോപ്റ്റ് ദി ഇന്നോവേഷൻ അഡോപ്റ്റഡ് ബൈ അതർ സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ്. മറ്റ് വിജയിച്ച എന്റർപ്രണർമാരൊക്കെ ഉപയോഗിച്ച അതേ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഈ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എന്റർപ്രണർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു ഇമിറ്റേറ്റ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒരു രാജ്യത്തിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമിറ്റേറ്റീവ് എന്റർപ്രണേഴ്സ് അല്ല വേണ്ടത്, ഇന്നോവേറ്റീവ് എന്റർപ്രണേഴ്സ് ആണ് ആവശ്യം. അടുത്ത് വരുന്നത് ഫാബിയാൻ എന്റർപ്രണേഴ്സ് ആണ്. ഈ ഫാബിയാൻ എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി ബൗണ്ട് എന്റർപ്രണേഴ്സ് ആണ്. പണ്ട് ഉള്ള രീതികൾ മാത്രം അഡോപ്റ്റ് ചെയ്യുന്ന എന്റർപ്രണേഴ്സ് ആണ് ഈ ഫാബിയാൻ എന്റർപ്രണേഴ്സ്. അവർ പുതിയ കാര്യങ്ങൾക്കൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. പണ്ട് മുതലേ ദേ അഡോപ്റ്റ് ദ സെയിം മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് as they were doing a years back. They neither introduce new change nor adopt a new method innovated by other entrepreneurs. അവർക്ക് അവരുടേതായ ഒരു ബിസിനസ് ചെയ്യാനുള്ള രീതിയുണ്ട്. മറ്റ് എന്റർപ്രണറുകൾ പോലെ അവർ പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരികയൊന്നുമില്ല. അതേപോലെ തന്നെ മറ്റ് കൊണ്ടുവന്ന മാറ്റങ്ങളൊന്നും അവർ ഏറ്റെടുക്കുകയുമില്ല. ദേ ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ്. അവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ അവരുടെ പ്രിഡീസറേഴ്സിൻ്റെ അവരുടെ മുൻഗാമികളുടെ ഫുഡ് സ്റ്റെപ്പുകൾ അവരെങ്ങനെയായിരുന്നോ ബിസിനസ് നടത്തിയത് അതേപോലെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാബിയാൻ. ദേ ഫോളോ ദ ഓൾഡ് കസ്റ്റം, ട്രഡീഷൻസ്, സെന്റിമെന്റ്സ് എക്സെട്ര. പഴയ രീതിയിലുള്ള കസ്റ്റംസും ട്രഡീഷൻസും സെന്റിമെന്റ്സും ഒക്കെ നോക്കും. അടുത്ത വരുന്നത് ഡ്രോൺ എന്റർപ്രണേഴ്സ് ആണ്. ഡ്രോൺ എന്റർപ്രണേഴ്സ് ആർ ഇതുപോലെ തന്നെ ഫാബിയാൻ പോലെയാണ്. ദേ റിഫ്യൂസ് ടു അഡോപ്റ്റ്
and use opportunity to make changes in production. അവരുടെ ഉൽപ്പാദനത്തിൽ മാറ്റം വരുത്താനുള്ള അവസരങ്ങളൊന്നും അവരുപയോഗിക്കാതെ അതേ ഉൽപ്പന്നങ്ങൾ, ദ സെയിം പ്രൊഡക്റ്റ്, ദേ ആർ സെല്ലിംഗ് ദ സെയിം പ്രൊഡക്റ്റ് in a conventional product and ideas. They stick on to the conventional product and ideas. They does not adopt the use of opportunities to make changes in the production. പഴയ കാലത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച അതേ ഉൽപ്പന്നങ്ങൾ അതേപോലെ വിറ്റ് അതേപോലെ നടക്കുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഡ്രോൺ എൻ്റർപ്രണർ. ദേ ആർ റിഫ്യൂസ് ടു അഡോപ്റ്റ് ചേഞ്ചസ്. ഇതൊക്കെയാണ് എൻ്റർപ്രണറുടെ പ്രധാനപ്പെട്ട കാറ്റഗറി. ഇനി അതല്ലാതെ അതർ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അതർ കാറ്റഗറീസ് വേണമെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞു പോകുക. ഒന്ന് കൊമേഴ്സ്യൽ എൻ്റർപ്രണേഴ്സ്, കൊമേഴ്സ്യൽ ബിസിനസ് എൻ്റർപ്രൈസസിനെ വെഞ്ചർ ഫോർ ജനറേറ്റിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, സെയിൽസും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റർപ്രണറാണ്. സോഷ്യൽ എൻ്റർപ്രണേഴ്സ്, സൊസൈറ്റിക്കൊക്കെ ഗുണകരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളെ നമ്മൾ സോഷ്യൽ എൻ്റർപ്രണേഴ്സ്. പിന്നെ വരുന്നത് കോപ്രണേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. കോപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണേറിയൽ കപ്പിൾ, ഭാര്യയും ഭർത്താവും, ഹു വർക്ക് ടുഗദർ, എ കോ ഓണർ ഓഫ് ദെയർ ബിസിനസ്. ഭാര്യയും ഭർത്താവും കൂടി ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നവരാണ് കോപ്രണേഴ്സ് എന്ന് പറയാം. ഇതിന് വേറൊരു കാറ്റഗറി ഉണ്ട്, ഇൻട്രാപ്രണർ എന്നുള്ളത്. അത് വിശദമായി പഠിക്കേണ്ടത് കൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു വെരി മച്ച്.